4 മണിയായിട്ട് ഉറക്കമില്ല, കണ്ണിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ സെക്കൻഡ് ടൈമും കണ്ണൂർ എത്തിയേക്കുവാണ്. എന്തിനാണ് കണ്ണൂർ എത്തിയേക്കുന്നത്? നെക്സ്റ്റ് തെയ്യം കാണാൻ വേണ്ടി. ആൻഡ് നമ്മൾ തെയ്യം കാണാൻ എത്തിയേക്കുന്നത് മട്ടന്നൂരുള്ള വള്ളിയോട്ടിച്ചാൽ ശ്രീ ഭദ്രകാളി കലാശ സ്ഥലത്തിലാണ്. ഞങ്ങൾ ചെന്നപ്പോഴേ അവിടെ ആൾത്തിരക്കൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കയറിയിരുന്നു. അപ്പോഴാണ് അറിയുന്നത് താഴെയല്ല മേളിലാണ് മെയിൻ തെയ്യമൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ മേളിലോട്ട് പോയപ്പോഴാണ് അവിടെ ആളുനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തോ ഭാഗ്യത്താൽ നമുക്ക് സ്ഥലമൊക്കെ കിട്ടി. നമ്മൾ ചെന്നപ്പോൾ തൊട്ടേ വെള്ളാട്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം വെള്ളാട്ടൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ സൈഡിൽ അന്നദാനം കൊടുക്കും. ആൻഡ് അവരുടെ ഫുഡ് കണ്ടപ്പോൾ എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ അന്നദാനം കാണുന്നത്. ആൻഡ് എടുത്തു പറയാനുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സീറ്റിൽ പോയിരുന്നു. ബിക്കോസ് നമ്മൾ കേരളക്കാരല്ലാണ്ട് വെളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സോ സീറ്റ് എന്തായാലും പോകും. ഇതൊരു കാവാണ്. ആൻഡ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ഗുളികനാണ്. ഗുളികനാണ് ഇവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ കെട്ടുന്നത്. അതുമാത്രമല്ല ഞങ്ങൾ പോയായിരുന്നു കുറേ തെയ്യം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴാണ് ആ കുടുംബത്തിൽ തന്നെ ഉള്ള ചേച്ചി പറഞ്ഞത് താഴെ അടിപൊളി തെയ്യമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് താഴോട്ടിറങ്ങി നോക്കിയപ്പോഴല്ലേ കാണുന്നത്. എൻ്റെ മോനെ എന്ത് വൈബാ. എനിക്ക് തോന്നുന്നത് വസൂരിമലയാണെന്ന് എനിക്കറിയില്ല, തോന്നുന്നു. ബട്ട് എന്ത് വൈബാ ഇത് കണ്ടോണ്ടിരിക്കുക. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വന്ന തെയ്യമായിരുന്നു കരിങ്കുളികൻ. അത് പിന്നെ നടക്കും. ഞാൻ മെയിനായിട്ട് വന്നത് കണ്ടാകരണം കാണാൻ വേണ്ടിയാണ്. പക്ഷെ കരിങ്കുളികൻ ഈ ഒരു തെയ്യക്കോലത്തിനെ പറ്റി പറയാൻ വേണ്ടി എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. എല്ലാവരും വന്ന് കാണണമെന്ന് തന്നെ ഞാൻ പറയും. നമ്മളെല്ലാവരും ഉറക്കം വന്ന് തൂങ്ങിയിരുന്നിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ, എൻ്റെ പൊന്നെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഫീലിങ്സ്. അതെല്ലാവരും എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ തെയ്യം നടക്കുന്നത് താഴെയും മേളിലൊക്കെ കുറച്ചായിട്ടാണ്. ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെയ്യം ഓടുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊരു ഫീലുണ്ടല്ലോ, അയ്യോ, അതും ഉറക്കം കളഞ്ഞിട്ട് ഓടുന്നൊരു ഫീല്. എൻ്റെ മോനെ, വെളുപ്പിനെ 4 മണിക്ക് കെട്ടുമെന്ന് പറഞ്ഞാൽ കണ്ടാകരണമായിരുന്നു. പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി, രാവിലെയായി. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. ആൻഡ് അത് വന്നതിന് ശേഷം എനിക്ക് അറിയത്തില്ല, ഞാൻ കാണണമെന്ന് വിചാരിക്കുന്ന കാര്യം നേരിട്ട് കാണുമ്പോൾ ഉള്ള ഫീലിങ്സ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അമ്മാതിരി എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു അത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, എല്ലാവരും ആ തെയ്യത്തിന് വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആരും ഉറങ്ങിയിട്ട് പോലുമില്ല, അത്രയും വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇരുന്നു. പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ടൈമായി. ആൻഡ് നമ്മൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഇതിപ്പോൾ ഒറ്റ മൈൻഡിൽ വന്ന വരവാണ്. ഇനി എന്തായാലും അടുത്തൊരു തെയ്യം ഉണ്ടെങ്കിൽ പിന്നെയും ഞങ്ങൾ പോകും. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.